നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എടപ്പാൾ പൊന്നാനി റോഡിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 8,90,000 രൂപ തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. പാലക്കാട് തൃത്താല കക്കാട്ടിരി സ്വദേശി ഷിഹാബിനെയാണ് ചങ്ങരംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ റോബർട്ട് ചിറ്റലപ്പിള്ളിയും സംഘവും അറസ്റ്റ് ചെയ്തത്. എടപ്പാളിലെ സ്വകാര്യ സ്വർണ്ണ പണയമിടപാട് സ്ഥാപനത്തിൽ സ്വർണം പൂശിയ മുക്കുപണ്ടം പണയം വയ്ക്കുകയായിരുന്നു. സ്വർണത്തിൽ സംശയം തോന്നി വിശദ പരിശോധന നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. മാനേജർ നൽകിയ പരാതിയിലാണ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊപ്പം കൈപ്പുറത്ത് പാചകവാതകവുമായി എത്തിയ ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. കൊപ്പം വളാഞ്ചേരി പാതയിലെ കൈപ്പുറത്ത് പാചകവാതകവുമായി വരികയായിരുന്ന ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച 10:45 അപകടമുണ്ടായത്. വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്നു ലോറി. ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് കൊപ്പം പോലീസ് സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ലോറിയിലുള്ള പാചകവാതകം ചോരുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈഡായി കൊടുത്താണ് ബഡ്ജ് ഇറങ്ങിയിട്ടാണ്. രോഗാതുരത കുറയ്ക്കാൻ ജനകീയ മുന്നേറ്റവുമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത്. ഇതോടനുബന്ധിച്ച് ആരോഗ്യ ശുചിത്വ മഹാസഭ സംഘടിപ്പിച്ചു. വീട്ടുമുറ്റങ്ങളിലായിരുന്നു ശുചിത്വ സഭകൾ ചേർന്നത്. സമ്പൂർണ്ണ ശുചിത്വവും രോഗപ്രതിരോധവും ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികൾക്കാണ് വിളയൂർ പഞ്ചായത്തിൽ തുടക്കമായിരിക്കുന്നത്. ഇതോടനുബന്ധിച്ചാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരോഗ്യ ശുചിത്വ മഹാസഭകൾ സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വീട്ടുമുറ്റങ്ങളിൽ 150 ശുചിത്വ സഭകളാണ് ചേർന്നത്. 5000-ഓളം പേർ ശുചിത്വ സഭകളിൽ പങ്കാളികളായി. 5-ാം വാർഡിൽ നടന്ന ശുചിത്വ സഭ മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. അസുഖം വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടത്തുക എന്നുള്ളതാണ്. സാമൂഹ്യ ആരോഗ്യം ഉറപ്പുവരുത്തുക. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രമേഹം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. പ്രമേഹമില്ലാത്ത ആളുകളെ, ഒരു 40 കഴിഞ്ഞ ആളുകളെ എടുത്തു നോക്കിയാൽ പ്രമേഹമില്ലാത്ത ആളുകൾ അങ്ങനെ കയ്യിൽ എണ്ണാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി പ്രമേഹമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രഷർ ഉണ്ടാവും. ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾ വളരെ കുറഞ്ഞു വരികയാണ്. പക്ഷേ പണ്ടൊന്നും അങ്ങനെയല്ല. ഇനി മാത്രമല്ല, പണ്ട് എല്ലാം നന്നായിരുന്നു എന്നല്ല, ഇന്ന് ആരോഗ്യ സംവിധാനമൊക്കെ വളർന്നതുകൊണ്ട് കൂടുതൽ ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കാനുള്ള അവസ്ഥയുണ്ട്. എന്നിട്ട് പോലും നമ്മൾ പ്രമേഹത്തിനോ പ്രഷറോ അതല്ലെങ്കിൽ ഹൃദ്രോഗം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, ആൻജിയോഗ്രാം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ കാര്യമായി മാറിയിട്ടുണ്ട്. അതൊന്നൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക്. എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ 5 ബ്ലോക്കുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. മറ്റു വാർഡുകളിലായി നടന്ന ശുചിത്വ സഭകളിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം പങ്കാളികളായി. പഞ്ചായത്ത് പരിധിയിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനും ഇത്തരം രോഗികളുടെ എണ്ണം കുറയ്ക്കാനുമാണ് ശുചിത്വ പദ്ധതികളും ഇതിന്റെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനകൾ വീട്ടുമുറ്റങ്ങളിൽ ഒരുക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികളും ശുചിത്വ സഭകളിൽ ചർച്ച ചെയ്തു. ഇത്തരം രോഗങ്ങളുടെ നിർണയത്തിനായി ക്യാമ്പുകൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ശുചിത്വവും ആരോഗ്യവും കൂട്ടിയോജിപ്പിച്ചുള്ള ദീർഘകാല പദ്ധതികളും ചർച്ച ചെയ്തു. ഇതിനായി പ്രത്യേകം കമ്മിറ്റികൾക്കും രൂപം നൽകി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് ഇനി സ്വന്തം വാഹനം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 10 ലക്ഷം രൂപ ചെലവിൽ ഹരിതകർമ്മസേനയ്ക്കായി പുതിയ വാഹനം വാങ്ങിയത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ, ജൂനിയർ സൂപ്രണ്ട് സാജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത, മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി AS ഷാജ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ, മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു.
സ്വച്ഛതാ ഹി സേവ 2024 മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ സ്വാഗതം പറഞ്ഞു. ഫോറസ്റ്റ് ഓഫീസർ MP മണിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട് റണ്ണേഴ്സ് പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർമാരായ A സേതുമാധവൻ, T ധർമ്മരാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിവിൻ CD, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മഞ്ജുഷ, PB അഭിലാഷ്, K രാധാകൃഷ്ണൻ തുടങ്ങിയവർ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്തു. ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ ചിന്മയ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ തൃത്താല സെന്ററിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. തൃത്താല ജനമൈത്രി പോലീസിനു വേണ്ടി ഇൻസ്പെക്ടർ TV സജിത് കുമാർ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും പൊതുജനങ്ങളും പങ്കെടുത്തു. CPM പെരുമുടിയൂർ ലോക്കൽ സമ്മേളനം കൊടുമുണ്ടയിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം NP വിനയ്കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPM ലോക്കൽ സമ്മേളനങ്ങൾ പട്ടാമ്പിയേരിയിൽ പുരോഗമിക്കുകയാണ്. വ്യാഴാഴ്ച പെരുമുടിയൂർ ലോക്കൽ സമ്മേളനം കൊടുമുണ്ട ബാബു സോട്ടോടത്തിൽ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയ്കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തലം തൊട്ട് അഖിലേന്ത്യാ തലം വരെയുള്ള പാർട്ടി കമ്മിറ്റികൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതിന്റെ നേതൃത്വത്തെ തീരുമാനിക്കുന്നത് തികച്ചും ജനാധിപത്യപരമായാണ്. നേതൃത്വത്തെ തീരുമാനിക്കുക മാത്രമല്ല, നയങ്ങൾ രൂപീകരിക്കുന്നതിലും വലിയ പങ്ക് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങൾക്ക് വഹിക്കാനുണ്ട്. പാർട്ടിയുടെ നയം, അടവുപരമായ നയം രൂപീകരിക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ്. പാർട്ടി കോൺഗ്രസിന്റെ 2 മാസങ്ങൾക്ക് മുമ്പാണ് അടവ് നയം സംബന്ധിച്ച കരട് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്ത് പ്രസിദ്ധീകരിക്കും. മിനിഞ്ഞാന്ന് സമാപിച്ച പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടിനെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച നടത്തിക്കഴിഞ്ഞു. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന കരടിനെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തെ പാർട്ടി അംഗങ്ങളാകെ, പാർട്ടി ഘടകങ്ങളാകെ വായിച്ച് ചർച്ച ചെയ്ത് ഭേദഗതികൾ നിർദ്ദേശിക്കും. പാർട്ടി ഘടകങ്ങൾ മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയെ വിശ്വസിക്കുന്ന, പാർട്ടി വളരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാം. C മുകേഷ് അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം സുബേദ അസാഖ്, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, മറ്റു നേതാക്കളായ PK ജയശങ്കർ, PM ഉഷ, CM നീലകണ്ഠൻ, M ശങ്കരൻകുട്ടി, AV സുരേഷ്, PC വാസു, വാസുദേവൻ തുടങ്ങിയവരും പങ്കെടുത്തു. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുമായി ആധാർ അപ്ഡേഷൻ എല്ലാ റേഷൻ കടകളിലെയും EPOS മെഷീൻ വഴി നടത്തണമെന്ന് പട്ടാമ്പി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. കാർഡുകളിൽ പേരുള്ള അംഗങ്ങൾ തങ്ങളുടെ റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്ത റേഷൻ കട വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള റേഷൻ കടകൾ വഴിയോ ആധാർ ഉപയോഗപ്പെടുത്തി EKYC അപ്ഡേഷൻ നടത്താം. അപ്ഡേഷൻ നടത്താൻ റേഷൻ കാർഡും ആധാർ കാർഡും കൈവശം കരുതണം. പാലക്കാട് ജില്ല ഉൾപ്പെടെ 7 ജില്ലകളിൽ ഈ മാസം 8 വരെയാണ് അപ്ഡേഷൻ നടത്തേണ്ടത്. ഷൊർണൂർ മുണ്ടായ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മുണ്ടായ അയ്യപ്പൻ കടവിലാണ് 50 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റേതായ മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 7:30യോടെ പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. പിന്നീട് ഇവർ പമ്പ് ഓപ്പറേറ്ററെ വിവരം അറിയിച്ചു. തുടർന്ന് ഷൊർണൂർ പോലീസ്, ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും സ്ഥലത്തെത്തി. മൃതദേഹം മേൽ നടപടികൾ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.